പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് പഞ്ചാബിനെതിരെയാണ്. കഴിഞ്ഞ മത്സരത്തിലൂടെ ഒരു പോയിന്റ് നേടിയതിൻ്റെ ആശ്വാസത്തിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. വരുന്ന 21-ന് നടക്കാനായിട്ട് പോകുന്ന പഞ്ചാബിനെതിരെയുള്ള മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം കൂടിയാണ്. ഈ ഒരു സീസണിൽ 4 മത്സരങ്ങൾ കളിച്ച പഞ്ചാബിന് ഉള്ളത് 5 പോയിന്റുകളാണ്. എന്തായാലും പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിലെ ആദ്യ വിജയം കണ്ടെത്താൻ സാധിക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു കാര്യം, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന കോറു സിംഗ് ചില ഫാമിലി പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ താരം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കോറു സിംഗ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഇല്ല. മാത്രമല്ല കോറു സിംഗ് എപ്പോൾ മടങ്ങി വരുമെന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഫാമിലി ഇഷ്യൂസ് എല്ലാം കാരണം കൊണ്ട് തന്നെ താരം ഈ ഒരു സീസണിൽ കളിക്കുമോ എന്നുള്ള കാര്യം പോലും സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു വിങ്ങറിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ലോയ്റ്റോൺഗാം ടൈസൺ സിംഗ് എന്ന ഒരു താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ 22 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം റൈറ്റ് വിങ്ങറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. AFC കപ്പിൽ മോഹൻ ബഗാന് വേണ്ടിയെല്ലാം ഒരു മത്സരത്തിൽ കളിക്കാനും ഈ ഒരു താരത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം ഈ ഒരു താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ടൈസൺ സിംഗ് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ക്ലബ്ബ് തന്നെയാണ്. പഠിക്കാനും മെച്ചപ്പെടാനും ടീമിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ താരം ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ ഈ ഒരു താരം അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ജേഴ്സി നമ്പർ 26 അണിഞ്ഞായിരിക്കും താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കുക. മാത്രമല്ല ക്ലബിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജിയും ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അഭിക് ചാറ്റർജി പറയുന്നത് ഇങ്ങനെയാണ്: ടൈസണിനെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തൻ്റെ പ്രായത്തിലുള്ള മികച്ച കളിക്കാരിൽ ഒരാളാണ് അവൻ. ടൈസൺ ഈ ഒരു സീസണിൽ തൻ്റെ കഴിവ് കാണിച്ച് ടീമിനെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നും അഭിക് പറഞ്ഞു. എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.